ഹിസ്റ്ററി ഓഫ് രാമായണയുടെ പാർട്ട് 8 സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ജടായുവിൻ്റെ വധവും രാവണ ലക്ഷ്മണന്മാർ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളും നടത്തി അവർ പടിഞ്ഞാറോട്ട് യാത്ര തുടർന്നു. ഒരു ഉച്ചനേരം തടാകത്തിൽ നിന്നും വെള്ളമെടുക്കാൻ പോയ ലക്ഷ്മണനെ ശൂരപത്മൻ്റെ സഹോദരി അയോമുഖി എന്ന രാക്ഷസി വശീകരിക്കാൻ ശ്രമിച്ചു. ലക്ഷ്മണനെയുമെടുത്ത് ആകാശത്തിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞപ്പോൾ ലക്ഷ്മണൻ അവളെ അംഗഭംഗം വരുത്തി ഓടിച്ചു വിട്ടു. ക്രൗഞ്ചവനത്തിലെത്തി. അല്പദൂരം പിന്നിട്ടപ്പോൾ മല പോലെ വലിപ്പമുള്ള ഒരു രാക്ഷസൻ അവരെ തടഞ്ഞു നിർത്തി. കഴുത്തും തലയുമില്ലാത്ത കുറുകിയ കാലുകളുള്ള വായുവയറ്റത്തുള്ള ആ രാക്ഷസന്റെ പേർ കബന്ധൻ എന്നായിരുന്നു. രാമലക്ഷ്മണന്മാരുടെ നേർക്ക് വിഴുങ്ങാൻ വായും തുറന്ന് അലറിക്കൊണ്ടുവന്ന ആ മഹാസുരന്റെ 2 കരങ്ങളും രാമലക്ഷ്മണന്മാർ മുറിച്ചു വീഴ്ത്തി. നിലത്ത് വീണ കബന്ധൻ തൻ്റെ പൂർവ്വവൃത്താന്തം പറഞ്ഞു. ശ്രീ എന്ന ഗന്ധർവരാജൻ്റെ പുത്രനായിരുന്നു ധനു. വിശ്വവാസു എന്നായിരുന്നു മറ്റൊരു പേര്. ഇയാൾ വികൃതരൂപം ധരിച്ച് വനത്തിലെ മുനിമാരെ ഭയപ്പെടുത്തിയിരുന്നു. അഷ്ടവക്രൻ സ്ഥൂലശിരസ് എന്ന മഹാമുനിയെ പരിഹസിച്ചതുവഴി അദ്ദേഹം ശപിച്ച് രാക്ഷസനാക്കിയതാണ്. സീതാന്വേഷണത്തിന് ശ്രീരാമൻ വരുമ്പോൾ തൻ്റെ കൈകൾ മുറിച്ച് നീക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു അത്രേ. സൗന്ദര്യമേറെയുള്ള ഇയാൾ ദീർഘായുസ്സിനായി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. വരം നേടിയ ധനു അഹങ്കാരിയായി ദേവേന്ദ്രനോട് പോരിന് ചെന്നു. ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് തലയും തുടകളും മുറിച്ചു കളഞ്ഞു. വജ്രായു ധനമേറ്റ് തലയും തുടകളും ശരീരത്തിനുള്ളിലായി പോയെന്നും ഉടലിൽ ഉറച്ചുവെന്നും പറയുന്നുണ്ട്. എങ്കിലും ബ്രഹ്മാവിൻ്റെ വരം മൂലം മരിച്ചില്ല. ആഹാരം കഴിക്കാൻ വഴിയുണ്ടാക്കിത്തരുവാൻ പറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ഇന്ദ്രൻ ഓരോ യോജന നീളമുള്ള കൈകളും കൂർത്ത ദ്രംഷ്ടകളുള്ള വായുവയറ്റത്തും വെച്ചു കൊടുത്തു. വികൃത രൂപത്തിൽ നീണ്ട കൈകൾ കുത്തിയവൻ സഞ്ചരിച്ചു വന്നു. നിന്ദ്യവും ക്രൂരവുമായ ഈ ശരീരത്തിലെ കൈകൾ രാവണ ലക്ഷ്മണന്മാർ വെട്ടുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും ഇന്ദ്രനും പറഞ്ഞിരുന്നു. തന്നെ വലത് കൈയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ശ്രീരാമൻ വലത് കൈയും തന്നെ ഇടത് കൈയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ലക്ഷ്മണൻ ഇടത് കൈയും ഛേദിച്ചു. തൻ്റെ ശരീരം ദഹിപ്പിച്ചാൽ പൂർവ്വരൂപം പ്രാപിച്ച് സീതയെ ലഭിക്കാനുള്ള മാർഗം പറഞ്ഞു തരാമെന്നും കബന്ധൻ അറിയിച്ചു. അപ്രകാരം ഇരുവരും ചിതകൂട്ടി ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്നും മനോഹരമായ ഒരു ദിവ്യരൂപം ഉയർന്നു വന്നു. കബന്ധൻ ശാപമോചിതനായി രാമനെ നമസ്കരിച്ച ശേഷം പറഞ്ഞു. പമ്പാതീരത്ത് ഋഷിമുഖാചലം എന്ന പർവ്വതത്തിൽ സുഗ്രീവൻ എന്നൊരു വാനരൻ തൻ്റെ 4 സ്നേഹിതന്മാരൊന്നിച്ച് താമസിക്കുന്നുണ്ട്. ജ്യേഷ്ഠനായ ബാലി നാട് കടത്തിയതുകൊണ്ട് നൈരാശ്യത്തിൽ കഴിയുന്ന സുഗ്രീവൻ്റെ സ്നേഹം പിടിച്ചുപറ്റിയാൽ ആ സഹായം കൊണ്ട് സീതയെ വീണ്ടെടുക്കാം. പമ്പയുടെ പടിഞ്ഞാറേ തീരത്തുള്ള മതങ്കാശ്രമത്തിൽ രാമനെ ധ്യാനിച്ചു കഴിയുന്ന ശബരിയുമുണ്ട്. അവർ വഴി സുഗ്രീവനെ കണ്ടെത്താം. അങ്ങോട്ടുള്ള വഴിയും കബന്ധൻ പറഞ്ഞു കൊടുത്തു. രാമലക്ഷ്മണന്മാർ ഗന്ധർവനായിത്തീർന്ന കബന്ധന് ആവശ്യപ്രകാരം യാത്രാനുമതി നൽകി. ഗന്ധർവൻ ആകാശത്തിലേക്ക് ഉയർന്നു മാഞ്ഞുപോയി. അവർ പമ്പാ നദി പിന്നിട്ടു ശബരിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ശബരി വലിയ ശ്രീരാമഭക്തനായിരുന്നു. രാമലക്ഷ്മണന്മാരെ ശബരി എതിരേറ്റു. പൂജകൾ ചെയ്ത് ഇരുത്തി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഫലമൂലാദികൾ കാഴ്ചവെച്ചു. ശുദ്ധ ഭക്തനായ അവൾ ഇലപ്പാന്തഴങ്ങൾ സ്വയം കടിച്ചു രുചിച്ച ശേഷമായിരുന്നു നൽകിയത്. അവർ രുചിയോടെ അവ ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ജന്മം സഫലമായതായി ശബരി ആശ്വസിച്ചു. ശ്രീരാമനെ പൂജിച്ചിരുന്ന മതംഗ മഹർഷിയും ശിഷ്യന്മാരും ഈ ആശ്രമം വെടിഞ്ഞു പോകും മുമ്പ് തന്നോട് കൽപ്പിച്ച പ്രകാരം ലക്ഷ്മണസമേതനായി ശ്രീരാമൻ വരുന്നതുവരെ ഇവിടെ തന്നെ ധ്യാനിച്ചു കഴിയാനും വന്നു കഴിഞ്ഞാൽ സ്വീകരിച്ച് സൽക്കരിച്ച ശേഷം സ്വർഗം പ്രാപിക്കാനും കാത്തിരിക്കുകയായിരുന്നു ശബരി. ഇപ്പോൾ ആ ഇംഗിതം സാധ്യത പ്രായമായി. ഉടൽ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ്റെ ആവശ്യപ്രകാരം ശബരി സുഗ്രീവൻ്റെ അടുക്കലെത്തിക്കാനുള്ള വഴി നിർദ്ദേശിച്ചു കൊടുത്തു. അതിനുശേഷം അഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ച് സ്വർഗാരോഹണം ചെയ്തു. പമ്പാതീരത്തെത്തിയ ശ്രീരാമൻ അവിടത്തെ പ്രകൃതി സൗന്ദര്യം കണ്ടപ്പോൾ സീതയെ നമസ്കരിച്ചുപോയി. വിരഹവേദന കൊണ്ട് ദുഃഖിതനായ രാമന് സീതയെ കൂടാതെ ഒരു ദിവസം പോലും കഴിയുവാൻ ശക്തിയില്ലാതെ തളർന്നു പോയിരുന്നു. ആശ നശിച്ച തന്നെ വെടിഞ്ഞ് അയോധ്യയിലേക്ക് ലക്ഷ്മണനോട് മടങ്ങിപ്പോയിക്കോളാൻ വരെ ഒരവസരത്തിൽ രാമൻ പറയുകയുണ്ടായി. എന്നാൽ ലക്ഷ്മണൻ
പകർന്ന ധൈര്യത്തിൽ പമ്പയുടെ തീരത്ത് നിന്നും രാമൻ യാത്ര തുടർന്നു. മുനിശാപം മൂലം ജ്യേഷ്ഠൻ ബാലിക്ക് ഋഷ്യമൂചാലകത്തിൽ കയറാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കയറിയാൽ തല പൊട്ടിത്തെറിക്കുമത്രേ. ആ മലയിൽ അനുജൻ സുഗ്രീവൻ കഴിയുകയാണ്. അമ്പും വില്ലും ധരിച്ച് മരത്തോൾ ചുറ്റി രണ്ടുപേർ അങ്ങോട്ട് ചെല്ലുന്നത് കണ്ട സുഗ്രീവൻ അവർ തന്നെ കണ്ടുപിടിച്ച് കൊല്ലാൻ ജ്യേഷ്ഠൻ ബാലി അയച്ചതായിരിക്കുമെന്ന് ധരിച്ച് ഭയപ്പെടുകയും വിവരമറിഞ്ഞു വരുന്നതായി തൻ്റെ 4 മന്ത്രിമാരെ പറഞ്ഞയക്കുകയും ചെയ്തു. അവർ മല ചാടി മാഞ്ഞുപോയി. അല്പം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. ആ മന്ത്രിമാരിൽ ഒരാളായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു: ബാലിയെക്കുറിച്ചുള്ള അങ്ങയുടെ ഈ പേടി ആവശ്യമില്ലാത്തതാണ്. ഞങ്ങൾ മലമുകളിൽ പോയി നോക്കിയിട്ട് അവിടെയെങ്ങും ബാലിയെ കണ്ടില്ല. ഇത് ബാലി കയറാ മലയാണെന്ന് അങ്ങക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഭയം? ആ വരുന്ന 2 പേർ ബാലിയുടെ ചാരന്മാരായിരിക്കാൻ ഇടയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഹനുമാൻ ഏതായാലും അവരുടെ അടുത്ത് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ചെന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞു വരിക. ഒരു ബ്രാഹ്മണബാലനായി മാറിയ ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സമീപിച്ചു. ആദരപൂർവം ആ മഹാതേജസ്വികൾ ആരെന്നും അവിടേക്ക് വരുവാനുള്ള കാരണം എന്തെന്നും അന്വേഷിച്ചു. കൂട്ടത്തിൽ താൻ കിഷ്കിന്ധാധിപനായ സുഗ്രീവൻ്റെ മന്ത്രി ഹനുമാനാണെന്നും സുഗ്രീവൻ ജ്യേഷ്ഠനെ പേടിച്ച് മാലിവൻ പർവ്വതത്തിൽ താമസിക്കുന്ന വിവരവും പറഞ്ഞു. ഹനുമാന്റെ ഭാഷയും പെരുമാറ്റവും ശ്രീരാമന് ഇഷ്ടപ്പെട്ടു. തങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥയും വിവരിച്ചു. സുഗ്രീവന്റെ സഹായത്താൽ സീതയെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ ശേഷം ഹനുമാൻ യഥാർത്ഥ രൂപമെടുത്ത് രാമലക്ഷ്മണന്മാരെ 2 തോളികളിൽ ഇരുത്തി സുഗ്രീവ സന്നിധിയിലേക്ക് മടങ്ങി. സുഗ്രീവൻ അതിഥികളായ രാമലക്ഷ്മണന്മാരെ എതിരേറ്റു സൽക്കരിച്ചു. ഇരുകൂട്ടരും പരസ്പരം തങ്ങളുടെ സ്ഥിതിഗതികൾ വിവരിച്ചു. സീതാദേവി എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്നും അതിനു മുമ്പ് തനിക്കൊരു പ്രത്യേക ഉപകാരം ചെയ്തു തരണമെന്നും സുഗ്രീവൻ ആവശ്യപ്പെട്ടു. ബാലിയെ നിഗ്രഹിച്ച് കിഷ്കിന്ധയെ രക്ഷിക്കണമെന്നായിരുന്നു ആ അപേക്ഷ. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുകയും പ്രജകളെ തൻ്റെ ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്യുന്ന ബാലിയെപ്പറ്റി തൻ്റെ പിതാവ് ദശരഥൻ പറയാറുണ്ടായിരുന്നെന്നും അങ്ങനെയുള്ള ദുർമാർഗിയെ വധിച്ചുകൊള്ളാമെന്ന് രാമൻ ഉറപ്പു നൽകി. രാമൻ്റെ ഭാര്യയെ രാവണൻ കട്ടുകൊണ്ടുപോയതുകൊണ്ട് സുഗ്രീവൻ ശ്രീരാമനെയും സുഗ്രീവൻ്റെ ഭാര്യയെ ബാലിയെ കണ്ടുപോയതുകൊണ്ട് ശ്രീരാമൻ സുഗ്രീവനെയും സഹായിക്കുന്നത് ഉചിത പ്രവൃത്തിയായിരിക്കുമെന്ന് ഹനുമാൻ കണക്കുകൂട്ടി. സുഗ്രീവനും രാമനും ഹനുമാൻ തയ്യാറാക്കിയ അഗ്നിസാക്ഷിയായി കരം പിടിച്ച് സഖ്യം ചെയ്തു. പെട്ടെന്ന് എന്തോ ഓർമ്മിപ്പിച്ച് കുറച്ചുനാൾ മുമ്പ് അതുവഴി പോയ ഒരു വിമാനത്തിൽ നിന്നും വസ്ത്രത്തിൽ പൊതിഞ്ഞ നിലയിൽ തങ്ങൾക്ക് കിട്ടിയ ആഭരണപ്പൊതിക്കെട്ട് സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കാണിച്ചു. സീതയുടെ തോൾവളകളും കുണ്ടലങ്ങളും രാമൻ കാണുകയും അത് മാറി ചേർത്ത് പിടിച്ച് കണ്ണീരോടെ വിലപിച്ചുകൊണ്ട് ലക്ഷ്മണൻ്റെ നേർക്ക് നീട്ടി. സീതയുടെ തന്നെയുടെയാണെന്ന് പരിശോധിച്ചു നോക്കാൻ പറയുകയും ചെയ്തു. അവ താനിതുവരെ കണ്ടിട്ടില്ലെന്നും അതിനുള്ള കാൽച്ചിലങ്ക താൻ നിത്യവും നമസ്കരിക്കുമ്പോൾ കാണാറുള്ളത് കൊണ്ട് ദേവിയുടേതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടപ്പോൾ ഹനുമാനും സുഗ്രീവനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോടുള്ള ഭക്തിയുടെ ആത്മാർത്ഥത കണ്ട് പുളകിതരായി. തൻ്റെ പ്രാണപ്രിയയുടെ ആഭരണങ്ങൾ കണ്ട ശ്രീരാമനിൽ ഒരു പുതിയ ശക്തി ഉദിച്ചു. സീതാന്വേഷണം ത്വരിതഗതിയിലാക്കാൻ രാമൻ നിശ്ചയിച്ചു. അതിനായി ആദ്യം ബാലിയെ വധിക്കേണ്ടതുണ്ട്. ബാലിയുടെ ശക്തിയെയും പരാക്രമണയും പറ്റി സുഗ്രീവൻ ബോധിപ്പിച്ചു. ഒരിക്കൽ മയൻ്റെ മകനായ മായാവി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ഇരുവരും മുഷ്ടിയുദ്ധം തുടങ്ങി. സുഗ്രീവനും കൂടാതെ കണ്ടുനിന്നിരുന്ന ബാലിയുടെ കനത്ത പ്രഹരങ്ങൾ തടുക്കാനാകാതെ മായാവി ഒരു ഗുഹയിൽ കയറി. സുഗ്രീവനെ പുറത്തു നിർത്തിയിട്ട് ബാലി ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോയി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ബാലിയെ കണ്ടില്ല. ഗുഹയ്ക്കുള്ളിൽ നിന്നും ചോര വരുന്നത് കണ്ട് അത് ബാലിയുടേതാണെന്ന് കരുതിയ സുഗ്രീവൻ മായാവി പുറത്തു വരാതിരിക്കാൻ ഒരു പാറ കൊണ്ട് ഗുഹാമുഖം അടച്ചു. ബാലി മരിച്ചതായി കരുതി എല്ലാവരും ദുഃഖിച്ചു കഴിഞ്ഞു. വാനരമന്ത്രിമാരുടെയും മറ്റു നിർബന്ധം മൂലം സുഗ്രീവൻ രാജാവായി നടന്നു കാണുന്നു. തന്നെ ബാലി വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ മായാവി ചെയ്ത വിദ്യയായിരുന്നു അത്. നാളുകൾക്ക് ശേഷം ബാലി മായാവിയെ കൊല്ലുകയും മടങ്ങാൻ ഭാവിക്കുമ്പോൾ ഗുഹാമുഖം അടഞ്ഞിരിക്കുന്നതായി കണ്ട് താൻ മടങ്ങി. വരാതിരിക്കാൻ അനുജൻ ചെയ്ത വഞ്ചനയാണിതെന്നും തെറ്റിദ്ധരിച്ച ബാലിക്ക് അനുജനോട് തീരാത്ത പക തോന്നുകയും ചെയ്തു. സുഗ്രീവനെ കൊല്ലാൻ അവസരം പാർത്തിരിക്കുകയാണ് ബാലി. തൻ്റെ ഭാര്യയെപ്പോലും വെടിഞ്ഞ് സുഗ്രീവനെ ഒളിച്ചു പോവേണ്ടിയും വന്നു. ഭാര്യയെ ബാലി തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഋഷിഗർഭൂർവത്തിൽ മാത്രം ബലി വരില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സുഗ്രീവൻ അവിടെ ഒളിച്ചു താമസിക്കുകയാണ്. പണ്ട് ദുന്ദുബി എന്നു പേരുമായ അതിശക്തനായ രാക്ഷസീനുമായി ബാലി ദ്വന്ദ്വയുദ്ധം ചെയ്തു. പോത്തിൻ്റെ ആകൃതിയുള്ള ദുന്ദുബിയെ വധിച്ച ശേഷം മൃതദേഹം
ദൂരേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴുകിയ രക്തം ഋഷ്യമൂലജലത്തിൽ മാതംഗഹർഷിയുടെ ആശ്രമത്തിൽ വീഴുകയും കോപിച്ച മാതങ്കൽ മേലാൽ ബാലി മാതംഗവനത്തിൽ കടന്നാൽ ഉടനെ മരിക്കുമെന്ന ശാപവും കൊടുത്തു. ദുന്ദുഭിയെ കൊന്ന ബാലിയെയാണ് വധിക്കേണ്ടത്. അതിന് രാമന് തക്ക ശക്തിയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ സുഗ്രീവന് ആഗ്രഹമുണ്ടായി. സംശയം തീർക്കാൻ രാമനും ശ്രദ്ധനായിരുന്നു. അകലെ കിടക്കുന്ന ദുന്ദുഭിയുടെ അസ്ഥികൂടം ചൂണ്ടി അതെടുത്തു മാറ്റിക്കളഞ്ഞാൽ തനിക്ക് വിശ്വാസമാവും എന്ന് സുഗ്രീവൻ പറഞ്ഞ ഉടനെ രാമൻ തൻ്റെ ഇടത്തെ കാലിലെ പെരുവിരൽ കൊണ്ട് അത് കോരിയെടുത്ത് യോജനകൾക്കിടയിലുള്ള ദക്ഷിണ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. തൻ്റെ ശരീരത്തിൻ്റെ തരിപ്പ് തീർക്കാൻ ബാലി പിടിച്ചു കുലുക്കിയിരുന്ന വൃത്താകൃതിയിൽ നിന്നിരുന്ന 7 സാലവൃക്ഷങ്ങൾ ഒരമ്പയത്തുകൊണ്ട് മുറിച്ചപ്പോൾ സുഗ്രീവൻ്റെ രണ്ടാമത്തെ പരീക്ഷണവും പരിസമാപ്തിയായി. ലങ്കയിലേക്ക് ആളയച്ച് സീതാദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടനെ അന്വേഷിക്കാമെന്നും പറഞ്ഞ സുഗ്രീവൻ മുഖ്യമന്ത്രിയായ ഹനുമാനെയാണ് ആ ദൗത്യത്തിന് നിയോഗിക്കാൻ നിശ്ചയിച്ചത്.